ഹായ് ഹലോ ഐക്കൺസ് മീഡിയ ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ജാക്സൺ. ഞാൻ അനിത. ഞങ്ങൾ കാനഡയിലാണ്. ഇതെൻ്റെ ഭാര്യയാണ്. അപ്പം ഞാൻ കാനഡയിലെ വാങ്കൂവർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് ഐക്കൺസ് മീഡിയ ഹബിലൂടെ ഞങ്ങളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളിന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. സോ എൻ്റെ കസിൻ സിസ്റ്റർ മിനിജ പുള്ളിക്കാരി എനിക്കൊരു അടിപൊളി ഐറ്റം എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. സോ അതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലേക്കൊക്കെ അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. നാട്ടിൽ എത്രത്തോളം ഇത് ഇറങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് എന്തായാലും നമ്മുടെ നാട്ടിലേക്കൊക്കെ ഭയങ്കരമായിട്ട് വൈറലാകാൻ പോകുന്നൊരു ടൈപ്പ് സാധനമാണിത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോയിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, സോ നമ്മൾ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം, നിഞ്ച ഫുഡി എയർ ഫ്രയർ. ഇതൊരു കിടിൽ ഐറ്റമാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഒരു ഐറ്റമാണ്. സോ ആദ്യമായിട്ട് നമുക്ക് ഇവനെ ഒന്ന് തുറന്ന് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ എല്ലാം കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നമുക്കിതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പറയാം. ഓക്കെ, നമുക്കെന്നാൽ ഇവനെ ഒന്ന് താഴേക്ക് ഇറക്കി വെച്ചിട്ട് താഴേന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. കാരണം ഇത് ഇത്രയും ഹൈറ്റ് ആയതുകൊണ്ട് നമുക്ക് മുകളിൽ വെച്ച് അൺബോക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് താഴേക്ക് ഇറക്കി വെക്കാം. എടുക്കാൻ പറ്റുമോ? ഓക്കെ ഓക്കെ സോ ആദ്യം തന്നെ ഈ വീഡിയോ ഇതിൻ്റെ ബോക്സിൽ തന്നെ അവർ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പിന്നെ ഇതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓൺലൈൻ നമുക്ക് ഈ സാധനം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടിപൊളി, കൊള്ളാലോ. ഓ, ഇതിൻ്റെ മാനുവലാന്ന് തോന്നുന്നു അല്ലേ? വളരെ നിഞ്ച ഫുഡി ഓണേഴ്സ് ഗൈഡ് ഡീറ്റെയിൽസ് ഒക്കെ. ഓക്കെ, പിന്നെ ഒരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ് ഉണ്ട്. അത്യാവശ്യം ഇത് ഉപയോഗിക്കാൻ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു മാനുവൽ. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് കിക്ക് സ്റ്റാർട്ടർ റെസിപ്പീസ് ഉണ്ട് അത്യാവശ്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു പാക്കിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. വാവ്, ഓക്കെ. സോ ഇത് കുറച്ച് ഹെവി ആണെന്ന് തോന്നുന്നു. സോ ഞാനൊന്ന് അനിതനെ ഹെൽപ്പ് ചെയ്യാം. അതുവരെ അനിതയായിരിക്കും ക്യാമറ പിടിക്കാൻ പോകുന്നത്. ഒരു 2 മിനിറ്റ്. ഓക്കെ, അപ്പം നമുക്ക് ഇവനെ നമുക്ക് എടുത്ത് പുറത്തേക്ക് വെക്കാം. പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് മാറ്റി അത്യാവശ്യം നല്ല ഹെവി സാധനം കേട്ടോ. അപ്പൊ നമുക്ക് ഇവനെ നമുക്കൊരു സ്ഥലത്തേക്ക് പ്ലേസ് ചെയ്യാം. ഇതാണ്, ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനമാണ്. ചതയ്ക്കാനൊക്കെ ആയിട്ട് വെളുത്തുള്ളിയൊക്കെ. അത് ഞങ്ങളിപ്പം അൺബോക്സ് ചെയ്യുന്നില്ല, പിന്നെ ചെയ്യാം. നമുക്ക് ഇത് നമുക്ക് ഇവിടേക്ക് വെക്കാം. ഇവിടെ നമ്മളിതിവിടെ വെച്ചിട്ടുണ്ട്. ഞാനത് പ്ലഗ് ചെയ്തിട്ടില്ല. പ്ലഗ് ചെയ്യാനായപ്പോഴത്തേക്കും നമുക്ക് വേറൊരു ഗസ്റ്റും കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അവനെ കൂടെ കാണിച്ചു തരാം. അടുക്കളയിൽ നിന്ന് എന്തോ അടിച്ചു മാറ്റി കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകൻ വന്നതാണ്. ഹലോ ഏബ്, ഇത് ഇഷ്ടപ്പെട്ടോ? എയർ ഫ്രയർ ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഈ എയർ ഫ്രയർ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കിയാലോ? അപ്പം നമുക്ക് ബാക്കി നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇത്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് പ്ലഗ് ചെയ്യാം. കുറച്ച് ടഫാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്ലഗ് ഇൻ ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് ഓരോ പാർട്സ് ഒന്ന് നോക്കാം. ഇതിൻ്റെ മുകളിലൊരു എയർ ഇൻടേക്ക് ചെയ്യാനായിട്ട് ഒരു സ്ഥലമുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഇതിൻ്റെ മെയിൻ കൺട്രോൾ പാനൽ. ഇവിടെ നമുക്ക് പവർ ബട്ടൺ, ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്,
ടൈം അഡ്ജസ്റ്റ് ചെയ്യുന്നത്, പിന്നെ ഓരോരോ പർപ്പസ്, ഫ്രൈ ചെയ്യാൻ, റോസ്റ്റ്, റീഹീറ്റ്, ഡീഹൈഡ്രേറ്റ്, അപ്പോൾ ഓരോ പർപ്പസിനുമുള്ള ബട്ടൺസ് ഉണ്ട്. പിന്നെ ഇത് സ്റ്റാർട്ട് സ്റ്റോപ്പ് പോസ് ചെയ്യാനുള്ള ബട്ടണുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ബാസ്ക്കറ്റ്. ഇവിടെയാണ് നമ്മൾ ഫുഡെല്ലാം, ഫ്രൈ ചെയ്യേണ്ട ഫുഡെല്ലാം വെക്കുന്നത്. ഇതിൻ്റെ ഇവിടെ ജസ്റ്റ് ഒരു ട്രേ കൊടുത്തിട്ടുണ്ട് ഇവർ. ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ നമുക്ക് വെക്കാം. കുറച്ചുകൂടി ക്രിസ്പിയർ ആയിട്ടൊക്കെ കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ട്രേ ഉപയോഗിക്കാം. നോൺ സ്റ്റിക്കിൻ്റെ ഒരു സർഫസ് ആണത്, നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. അപ്പം ഞാൻ ഇതങ്ങോട്ട് തിരിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ഇത് അപ്ഗ്രേഡഡ് വേർഷൻ ആക്ച്വലി. സാധാരണ ഇതിൻ്റെ ഇത് വരുന്നത് ഒരു ബാസ്ക്കറ്റ് അല്ലേ? അതെ, ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവുള്ളൂ. ഇതിപ്പം നമുക്ക് കിട്ടിയത് 2 ബാസ്ക്കറ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഒരേ സമയം 2 ഫുഡ് നമുക്ക് കുക്ക് ചെയ്യാം. അത് ആക്ച്വലി ടൈം സേവ് ചെയ്യാനൊക്കെ നല്ലൊരു കാര്യമാണത്. പിന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോരോ ഫുഡ് ഐറ്റംസിൻ്റെ ഡീറ്റെയിൽസ്, എത്രയാണ്, എത്ര ടൈം എടുക്കും, എത്ര ടെമ്പറേച്ചർ വേണ്ടി വരും, ഫിഷ്, മീറ്റ്, അതുപോലെ ഫ്രൈസ്, അങ്ങനെ ഓരോരോ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവർ പറഞ്ഞിട്ടുണ്ട് ഫോർ മോർ കുക്ക് ടൈംസ്. നമ്മൾ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡിൽ ഡീറ്റെയിൽഡ് ആയിട്ടെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മാനുവൽ നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് എന്തോരം ടൈമൊക്കെ വെക്കേണ്ടി വരുമെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ എനിക്ക് തോന്നുന്നത് ബാക്കിലാണ് ഇതിൻ്റെ ബാക്കിലാണ് ഇതിൻ്റെ എയർ ഔട്ട്ലെറ്റ് വന്നേക്കുന്നത്. അപ്പം പുറത്തേക്കുള്ള അതായത് ഹീറ്റഡ് ആയിട്ടുള്ള എയർ പുറത്തേക്ക് പോകുന്ന ഏരിയ. അതുകൊണ്ട് ഞങ്ങളിത് ഭിത്തിയിൽ നിന്ന് കുറച്ച് നീക്കിയാണ് വെച്ചേക്കുന്നത്. ഒരുപാട് ഹീറ്റ് വന്ന് അവിടെ ഭിത്തിയൊക്കെ കേടാണ്ടിരിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് നീക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ബേസിക് സെറ്റപ്പ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം പറയാൻ വിട്ടുപോയി. നമ്മൾക്ക് മീനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രൈ ചെയ്യാൻ നേരം നമ്മൾ ഓയിൽ ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ നമ്മളിപ്പം ഒരുപാട് ഓയിൽ ഉപയോഗിക്കുന്നത് ഒരുപാട് അൺഹെൽത്തിയാണ്, നമുക്കറിയാം. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് തീരെ വളരെ വേണമെങ്കിൽ കുറച്ച് ഓയിൽ ഉപയോഗിക്കാം, ബട്ട് ഒട്ടും ഓയിൽ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് പാൻ ഫ്രൈ ചെയ്ത പോലെ ഫിഷ് പോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷും മീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് ഫിഷ് എടുക്കാം. നമ്മുടെ ഫിഷ് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് മാരിനേറ്റ് ഒക്കെ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണ് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാനായിട്ട്. ഇതാണ് നമ്മുടെ മസാലയൊക്കെ പുരട്ടി വെച്ചേക്കുന്ന ഫിഷ്. ഇത് സാൽമൺ ആണ് നമ്മൾ എടുത്തേക്കുന്നത് ഇവിടെ. അത് ചെറിയ പീസായിട്ട് എടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ നമുക്ക് ഇതിനകത്തേക്ക് വെക്കാം. ഓക്കെ, അപ്പം നമുക്ക് നമുക്ക് ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കുക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കാം. സോ ഇതിന് നേരത്തെ അനിത പറഞ്ഞ പോലെ ഇതിന് 2 ബാസ്ക്കറ്റാണുള്ളത്. നമ്മളിന്ന് ഒരു ബാസ്ക്കറ്റേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുള്ള പരിപാടികളാണ് നമ്മളിന്ന് ചെയ്യുന്നത്. കാരണം നമുക്ക് കുറച്ച് മീനേ ഉള്ളൂ. അത് മാത്രമല്ല നമ്മളതിന് മാത്രം കുക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണയില്ലാതെ എത്രത്തോളം എണ്ണയുടെ അളവ് കുറയ്ക്കാവോ അത്രത്തോളം എണ്ണയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഉപകരണത്തിന് തന്നെ പ്രാധാന്യം. സോ ഞങ്ങൾ ഇതിനകത്ത് എണ്ണ ചേർത്തില്ല. പക്ഷെ ഞാൻ എൻ്റെ കസിൻ്റെ വീട്ടിലൊക്കെ പോയി കഴിയുമ്പം, കസിൻ ചേച്ചിയുടെ വീട്ടിലൊക്കെ പോയി കഴിയുമ്പം ചേച്ചിയുടെ റെസിപ്പിക്കകത്ത് ചേച്ചി ഒരു കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്യാറുണ്ട്. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് വരാറുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ചേച്ചി കുറച്ച് ആഡ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇതൊന്നും ചെയ്തിട്ടില്ല. സോ ഈ ഫിഷ് എടുത്ത് നമ്മൾ എയർ ഫ്രയറിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത് കണ്ടു നോക്ക് എങ്ങനെയാണ് ഞാൻ വെക്കുന്നത്. അതിൻ്റെ ബേസ് ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ബേസിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഫിഷ് അടുക്കി വെക്കുന്നത്. ഈ ഫിഷ് നമ്മളിന്ന് മൊത്തം നമ്മൾ ചെയ്യുന്നില്ല. കുറച്ച് ഫിഷ് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത് നോക്കുന്നതാണ്. സോ ഇത്രയും മതി. ഫിഷ് ഒന്ന് അടച്ച് ചേക്കാം. ശേഷം നമ്മൾ ഇതിനകത്ത് ചെയ്തതിന് ശേഷം ഇതിൻ്റെ സ്റ്റാർട്ട് ബട്ടൺ
ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ അല്ല, ആക്ച്വലി ഇത് പവർ ബട്ടൺ ആണ്. സോ പവർ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഇത് ഓപ്ഷൻ വരുന്നുണ്ട്. സോ 1 and 2. സോ നമ്മുടെ ബാസ്ക്കറ്റ് 2 ആണ്. സോ ഞാനത് 2ലേക്ക് ഞാൻ ചേഞ്ച് ചെയ്യുക. സോ ഇപ്പോൾ ഇത് 2ലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഇനി ഇത് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ എയർ ഫ്രയറിൽ ക്ലിക്ക് ചെയ്തു. സോ എയർ ഫ്രയറാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിനകത്ത് റോസ്റ്റ് ഉണ്ട്, റീഹീറ്റ് ഉണ്ട്, ഡീഹൈഡ്രേറ്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ചെയ്യാൻ പോകുന്നത് എയർ ഫ്രൈ ആണ്. സോ എയർ ഫ്രൈയിലേക്ക് ഞാനത് മാറ്റിയിട്ടുണ്ട്. ശരിക്കും ഇതിനകത്ത് ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന ഫിഷിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 400 ആണ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ 390 ആണ്. നമ്മുടെ ഈ സാൽമണ് ഇത്രയും ടെമ്പറേച്ചറിന് നമുക്ക് മതി. അപ്പം നമ്മൾ 390 വെച്ച് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ ഇത് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം. സോ ഫിഷിന് നമുക്കൊരു 10 മിനിറ്റ് വെക്കാം. 10 മിനിറ്റ് വെച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. സോ ഞാനത് 10 മിനിറ്റ് നമ്മൾ ടൈം വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് ടൈം വെക്കുന്നു, ഓണാക്കുന്നു. സോ ഐ തിങ്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗൈസ് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് എടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്, ചേച്ചി പറഞ്ഞ് ഓർക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ മാനുവലിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സമയം കിട്ടുന്ന പോലെ ഇത് നോക്കി നോക്കാം. ഇത് ഡെമോ ആയതുകൊണ്ട് ഞങ്ങളതിന് അതിൻ്റെ മാനുവൽ വായിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഇത് ഭയങ്കര സിമ്പിളാണ്. എല്ലാ കാര്യങ്ങളും ഭയങ്കര സിമ്പിളാണ്. എല്ലാ ഓപ്ഷൻസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 സൈഡിലാണെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര ടൈം വെച്ച് കുക്ക് ചെയ്യണം. പിന്നെ ഇതിനകത്ത് രണ്ടിനകത്തും ലോഡ് വന്നു കഴിയുമ്പം നമുക്ക് അതിനനുസരിച്ച് ടൈം ഡിഫറൻസ് ഉണ്ട്. ഒരു ബാസ്ക്കറ്റ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് ടൈം ഭയങ്കര കുറവാണ്. സോ എനിക്ക് ബേസിക്കലി ഇത് ഭയങ്കര എന്താ പറയുന്നത്, ഒരു ഒതുങ്ങിയൊരു സാധനമാണ്. വലിയ സ്പേസ് ഒന്നും എടുക്കുന്നില്ല. പിന്നെ ഉച്ചയ്ക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഒന്നും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ആയി നമ്മളിത് വെച്ചിട്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് നോക്കാം. അതുപോലെ ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കിയും കൊടുക്കാം. അടിപൊളി അല്ലേ? നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇതൊന്നും ചോട്ടൊന്നും പിടിച്ചിട്ടില്ല, എവിടെയും പിടിച്ച് സ്റ്റിക്കായിട്ടൊന്നും ഇരിക്കുന്നൊന്നുമില്ല. നമുക്കൊരു 5 മിനിറ്റും കൂടെ ഉണ്ട് ഇതിന്. പിന്നെ ഞാനിത് കണ്ടിട്ടുണ്ട് ഇതിന് മുമ്പ്. എൻ്റെ കസിൻ്റെ അടുത്തൊന്നും ഞാൻ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലും ഇങ്ങനത്തെ ഈ സാധനം ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. അതുകൊണ്ടാണ് എനിക്കിത് ഉപയോഗിക്കാൻ എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഐഡിയ ഉള്ളത്. പക്ഷേ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ആ മാനുവലിനകത്ത് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് 2-3 റെസിപ്പീസും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നൊക്കെയുള്ളത്. അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ യൂട്യൂബിൽ വേറെ ഇതിനെക്കുറിച്ചുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ നമുക്ക് ഒരു 5 മിനിറ്റ് കൂടെ ഉണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എവിടെയെങ്കിലും ഒരു മെഷീൻ്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഇവിടെ ഒരാൾ ഓടി വരും അത് കാണാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടി വന്ന് നിൽക്കുന്നതാണ്. കുറേ നേരമായി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. പുതിയൊരു ഉപകരണം വന്നിട്ടുണ്ട്, എങ്ങനെ തല്ലിപ്പൊട്ടിക്കാമെന്നുള്ളതായിരിക്കും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഈബലേ? ഈബൽ എന്താ ഇത്? എയർ ഫ്രയർ. ഓക്കെ, സോ ഇത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ സെക്കൻഡ്സ് കഴിഞ്ഞു. ഇപ്പോൾ അത് കൂളിലേക്ക് മാറിയിരിക്കുകയാണ്. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്ക് അടിപൊളി വെന്തിട്ടുണ്ടോന്ന് കഴിഞ്ഞു കേട്ടോ. ഓ ഇത് ആക്ച്വലി എൻഡ് വന്നതിന് ശേഷം ഇത് എടുക്കാവുള്ളൂ. ഞാൻ അതിന് മുമ്പ് കൂളിൻ്റെ ആ ഓപ്ഷൻ വന്നപ്പോൾ തന്നെ ഇത് ഓപ്പൺ ചെയ്തായിരുന്നു. നമുക്ക് ഇത് വാവ് അടിപൊളി.
അതിനുള്ളിൽ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കുത്തി നോക്കിയതാ. അതെ അതെ. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഞങ്ങള് ഇവിടെ വീട്ടിൽ സാധാരണ നമ്മുടെ നാട്ടിൽ തവ ഫ്രൈ അല്ലെങ്കിൽ മറ്റേ പാൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉള്ളതിൻ്റെ 2% പോലും സ്മെല്ലില്ല എന്നുള്ളതാണ്. ഇവിടെ സാധാരണ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ വീട് നിറച്ച് ഭയങ്കര സ്മെല്ലായിരിക്കും മീനിൻ്റെ. പക്ഷേ ഇതിന് അങ്ങനത്തെ ഒരു സ്മെല്ലും വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒരു സ്മെല്ലും ഇല്ല. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് മീൻ, എങ്ങനെയുണ്ടെന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സാൽമൺ, ഇപ്പം നമ്മളിവിടെ ചെയ്ത ഫിഷ് എന്ന് പറയുന്നത് സാൽമൺ ആണ്. സാൽമൺ തന്നെ അത്യാവശ്യം നല്ല നെയ്യുണ്ട്. സോ അത് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. സാൽമണിൻ്റെ നെയ്യാണത്. എക്സ്ട്രാ ഓയിൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതെ, ഞാൻ തന്നെ ആദ്യമേ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ. അടിപൊളി. ഇതിൻ്റെ പ്രത്യേകത എന്താ അറിയോ, നമ്മൾ പാനിൽ നമ്മൾ വറുത്ത് കഴിയുമ്പോൾ നമ്മുടെ മീൻ ഭയങ്കരമായിട്ട് കട്ട് ചെയ്യും. നമ്മൾ നന്നായിട്ട് മൊരിക്കാൻ നോക്കിയിട്ട് ഭയങ്കര കട്ട് ചെയ്യും. പക്ഷേ ഇത് ഭയങ്കര ചൂയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഭയങ്കര ചൂ ചെയ്തുണ്ടാവും. അതിന് വാട്ടർ കണ്ടന്റ് ഒന്നും അധികം പോയിട്ടില്ല. ഭയങ്കര ചൂയായിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അടിപൊളി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ സാധനം കിട്ടുകയാണെങ്കിൽ ഒരെണ്ണം മേടിച്ച് വെച്ചോ. ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ് നമുക്ക്. പക്ഷേ ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇത് എന്തായാലും മേടിച്ച് വെക്കേണ്ട ഒരു സാധനമാണ്. അടിപൊളി സാധനമാണ്. നമ്മുടെ ഈബൽ ശബ്ദമാണ് വീഡിയോയുടെ ബാക്കിൽ കേൾക്കുന്നത്. സോ ഇതിനകത്ത് നമ്മൾ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ വില, ഇത് എനിക്ക് ഗിഫ്റ്റായി കിട്ടിയത് കൊണ്ട് എനിക്ക് ഇതിൻ്റെ കറക്റ്റ് വില എനിക്കറിയത്തില്ല. പക്ഷേ ഐ തിങ്ക് അറൗണ്ട് $200 ആണ് ഇതിൻ്റെ റെഗുലർ പ്രൈസ്. പ്ലസ് അതിൻ്റെ മുകളിൽ ടാക്സോടെ വരും. $200. നാട്ടിലെ വിലയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. പക്ഷേ ഇതൊരു റീസണബിൾ പ്രൈസാണ്. ഈ ഒരു സാധനത്തിന് ഇവിടുത്തെ ഒരു റീസണബിൾ പ്രൈസാണ്. കാരണം 2 ബാസ്ക്കറ്റ് ഉണ്ട്, എല്ലാ ഓപ്ഷൻസും അതിനകത്തുണ്ട്. സോ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്തൊരു പ്രൈസാണ്. അപ്പം ഇനി നമ്മൾ ലാഗ് ചെയ്യുന്നില്ല. ഹലോ, അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ഞങ്ങളുടെ ചാനലിൻ്റെ താഴെ കമൻസ് ആയിട്ട് ഇടുക. അപ്പം ഞങ്ങൾക്ക് എന്താണ് മെച്ചപ്പെടുത്തുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവും. അതെ, അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഓക്കെ, ഹലോ. എന്തിനും ഓക്കെ. പിന്നെ നമുക്കുള്ളത് കുറച്ച് വാർണിംഗ്. ഒന്നും